കപ്പലുകളിൽ എങ്ങനെ ക്യാറ്റൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗാലി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എങ്ങനെ കയറി പറ്റാം? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഗാലി ഡിപ്പാർട്ട്മെന്റിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് കോഴ്സ് എന്ന് പറയുന്നത് CCMC എന്ന് പറഞ്ഞ കോഴ്സാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഫോർ മാരിടൈം കാറ്ററിംഗ് എന്നാണ് ഈ കോഴ്സിന്റെ ഫുൾ ഫോം. ഈ കോഴ്സ് ഒരു 6 മാസത്തെ കോഴ്സാണ്. ഇത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ടോട്ടലായിട്ട് 40% മാർക്കും ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് 40% മാർക്കും വേണം. ഇതൊരു 6 മാസത്തെ കോഴ്സാണ്. ഇതിന് ഫീസ് ആയിട്ട് വരുന്നത് ഒരു 1.5 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇതിന് ഫീസ് ആയിട്ട് വരുന്നത്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കയറുന്ന പോസ്റ്റ് ട്രെയിനി GS അല്ലെങ്കിൽ ജനറൽ സ്റ്റീവേർഡ് എന്ന് പറഞ്ഞ പോസ്റ്റിലായിരിക്കും കയറുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റീവേർഡ് അല്ലെങ്കിൽ മെസ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കായിരിക്കും പിന്നെ നിങ്ങൾ കയറുന്നത്. അവിടെ നിന്നും വളർന്ന് സെക്കൻഡ് കുക്ക്, ചീഫ് കുക്ക് വരെ ആവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു ജനറൽ സ്റ്റീവേർഡിന്റെ ജോലി എന്ന് പറയുന്നത് ഫുഡ് സെർവ് ചെയ്യാനും അതുപോലെ തന്നെ അക്കോമഡേഷന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി വരുന്നത്. രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് OCCP എന്ന് പറയുന്ന കോഴ്സാണ്. ഓറിയന്റേഷൻ കോഴ്സ് ഫോർ കാറ്ററിംഗ് പേഴ്സണൽ എന്ന് പറയുന്ന OCCP എന്ന് പറയുന്ന കോഴ്സാണ് രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി പഠിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കൊരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഹോട്ടൽ മാനേജ്മെന്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചെയ്യാം. ഇത് വെറും 12 ദിവസത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഷിപ്പിൽ ഒരു സെക്കൻഡ് കുക്ക് അല്ലെങ്കിൽ ട്രെയിനി കുക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കയറാൻ സാധിക്കും. അതിനുശേഷം വളർന്ന ഒരു ചീഫ് കുക്ക് വരെയൊക്കെ ആവാൻ സാധിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഈ രണ്ടാമത്തെ ഓപ്ഷനാണ്. OCCP കഴിഞ്ഞിട്ട്, അതായത് നിങ്ങളൊരു ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഈ 12 ദിവസത്തെ OCCP എടുത്ത് പഠിക്കുന്നതായിരിക്കും എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ലത്. മർച്ചന്റ് നേവിയിൽ കാർഗോ ഷിപ്പിൽ ഒരു എൻട്രി കിട്ടുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ക്രൂസ് ഷിപ്പുകളിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഹോട്ടലിലേക്കൊക്കെ നിങ്ങൾക്ക് വേറെ ജോലികൾക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്ത ശേഷം ഈ ഒരു കോഴ്സ് ചേർന്ന് ഇതിലേക്ക് വരുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ കോഴ്സുകൾക്ക് മൊത്തത്തിൽ പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.